ഏകദേശം തുള്ളലും പാട്ടും ബഹളമൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഒരു ട്രിപ്പാണെന്ന്. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. കഴിഞ്ഞ വർഷം പോയാൽ പിന്നെ ഞങ്ങൾ ട്രിപ്പൊന്നും പോയില്ല. അപ്പോൾ പിന്നെ ഈ വർഷം ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എല്ലാ കൊല്ലം ട്രിപ്പ് പോകണതാണല്ലോ. മൊത്തം കൺഫ്യൂഷനായില്ല. കഴിഞ്ഞ വർഷം ട്രിപ്പ് പോയിട്ട് പിന്നെ പോണത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ വേണ്ട നേരുമംഗലം പാലം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന്. അതേ ഗൈസ്, നമ്മൾ ആരും പോകാത്ത, അധികം ട്രെൻഡിങ് ആവാത്ത, ഇതുവരെ ആരും സെലക്ട് ചെയ്യാത്തൊരു ഫ്രഷ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? മൂന്നാറിലേക്ക്. യെസ്, നമ്മൾ മൂന്നാറിലേക്കാണ് ഗൈസ് പോകുന്നത്. നമ്മൾ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ആ ചാട്ടവും കുത്തും ബഹളമൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഏകദേശം എല്ലാവരും ഓരോ മൂലക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രമ്യ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടനെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കിടിലൻ മെമ്പറായിരുന്നു. നമ്മുടെയൊക്കെ ഏകദേശം ഒരു വൈബിന് പറ്റിയ മനുഷ്യനായത് കാരണം ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് പുള്ളി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇപ്പം നമ്മളിത് എവിടെയാണ് നിർത്തിയേക്കണേ? അടിമാലിയിലാറ്റെന്ന് തോന്നണം. അവിടെ നിർത്തിയേക്കണേ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രില്ലടിക്കാനുള്ള കുറച്ച് സാധനങ്ങളും അതുപോലെ വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. വണ്ടിയിൽ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ പോയൊരുത്തൻ ഭയങ്കര ഡാൻസ് കളി. ഞാൻ വീഡിയോ കൊടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ അവൻ അനങ്ങണം പോലുമില്ല. പിന്നെ ഞങ്ങൾ ഒരു ഹിന്ദി പാട്ടൊക്കെ ഇട്ട് അവന് സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ അവൻ അത്ര അങ്ങോട്ട് ആക്റ്റീവ് ആയില്ല കേട്ടോ. വീഡിയോ കൊടുക്കണമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങോട്ട് ആക്റ്റീവ് ആയില്ല. പിന്നെ ഞങ്ങൾ വണ്ടി പയ്യെ ഫ്രണ്ടിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നൈസായിട്ട് ടാറ്റയൊക്കെ തന്നു കേട്ടോ. ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നു തേണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ പോണത് എങ്ങോട്ടാണ്? നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിലേക്ക്. അപ്പോൾ കാടും മലയൊക്കെ താണ്ടി നമ്മൾ പയ്യെ നൈസായിട്ട് വഴിയൊക്കെ തെറ്റി ഇനി നേരെ നമ്മുടെ റൂമിലെത്തിയിട്ട് കാണാം. പൈലോണിക്കാരനെ കെട്ടി അമ്മേനോട് ചോദിച്ചില്ലേ എനിക്ക് കെട്ടിച്ചിരുന്നു. അപ്പൊ തന്നെ അമ്മ മോളെ വിളിച്ചിട്ട് അവൻ കഞ്ചാവാണ്. ദേണ്ട ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി, ഭീമൻ. ഘടോൽ ഗജൻ എന്ന് പറഞ്ഞ വണ്ടിക്കാണ് നമ്മൾ പോയത്. കിടില വണ്ടിയായിരുന്നു കേട്ടോ. അകത്തും പുറത്തൊക്കെ പാട്ടുള്ള ഒരു സൂപ്പർ വണ്ടി. അങ്ങനെ ഞങ്ങൾ വെള്ളവും ഐസ്ക്രീമൊക്കെ മേടിക്കാൻ ഇവനെയും കൊണ്ട് എവിടെ പോയാലും മേടാണ്. അവനെ കടയിലുള്ള എല്ലാ സാധനവും മേടിച്ചിരുന്നു. പൊന്നൂസിൻ്റെ കാര്യം ഉണ്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഉപ്പ് സോഡയും അതുപോലെ കുറച്ച് ഐസ്ക്രീമും സാധനങ്ങളൊക്കെ മേടിച്ച് നിന്നിട്ട് നമ്മുടെ റൂമിലേക്കുള്ള പിന്നെയും വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 പ്രാവശ്യം പോയ വഴിക്കിടയൊക്കെ പോയി വഴിയൊക്കെ തെറ്റി. പിന്നെ ഞങ്ങൾ വഴിയൊക്കെ നൈസായിട്ട് കണ്ടുപിടിച്ച് അവിടെ എത്താറായി. എത്തി ഫൈനലി. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത സ്പോട്ട്. നല്ല സ്പോട്ടാണോ എന്ന് വെച്ചാൽ നല്ല കിടില സ്പോട്ടായിരുന്നു. നല്ല റൂമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ കൊണ്ടുപോയി ബാഗും സാധനങ്ങളൊക്കെ വെച്ചു. കണ്ട ഞാൻ ഈ ഷൊട്ടക്കോലത്തിലാണ് പോയത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ സ്ഥലത്ത് എത്തി. അപ്പോൾ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഇതാണ് റൂം വരുന്നത്. ഹായ്, നല്ല വെൽ മെയിൻറ്റെയിൻഡ് വെൽ ക്ലീൻ ആയിട്ടുള്ള ഒരു കിടിലൻ റൂമാണ്. എൻ്റെ പൊന്നെ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും നല്ല, ഭയങ്കര നീറ്റായിട്ടുണ്ട്. അതുപോലെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും തണുപ്പത്ത് എന്തിനാണ് അവിടെ ഒരു AC എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ബെഡ് മോനെ ഒരു രക്ഷയില്ല. ഓഫ്, ആ ബെഡ്, ഇത്രയും നല്ല ബെഡിൽ എങ്ങനെ ഈ ചണ്ണ ഡ്രസ്സ് കൊണ്ടുവന്നിടാം? ഞാൻ കുറച്ച് ലോക്കലായി പോയി. എങ്ങനെ ഇത്രയും നല്ലൊരു ബെഡ് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തത്, നല്ലൊരു കളർ കോമ്പിനേഷൻ. അയ്യോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് TV ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി പുറത്തോട്ട് പോവാം. ഇവിടെ ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ആണ്. നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ. എടാ കിടില റൂം കയറി കാണിച്ചു തരാം. വന്നിട്ട് അപ്പം തന്നെ പൊക്കോളാം. പൂളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു പൂള് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും റൂംസ് തന്നെ ഉണ്ട്. നമ്മുടെ തന്നെ 2 റൂം താഴെയും അതുപോലെ ഒരു റൂം ഇത് ഇപ്പം ഞാൻ കാണിച്ചു തന്നതും. അതുപോലെ ഒരു റൂം ആ സൈഡിലുമാണ് കൊടുത്തേക്കണേ. ആ കാണുന്ന ബിൽഡിങ്ങില്ലേ, സ്റ്റാർ തൂക്കിയിട്ടേക്കണേ, അവിടെയാണോ ഒരു ബിൽഡിങ് കൊടുത്തേക്കണേ. എനിക്ക് റൂമിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര അടിപൊളി റൂമെന്ന് വെച്ചാൽ അത്ര അടിപൊളി റൂമാണ്. നമ്മൾ ഇത്ര നാളും ട്രിപ്പ് പോയിട്ട് എടാ റൂം എങ്ങനെയുണ്ട്? ഈ റൂം എങ്ങനെയുണ്ട്? റൂം എങ്ങനെയുണ്ടെന്ന് പറ.
റൂമിനെ കുറിച്ച് പറ. റൂം വളരെ നല്ല റൂമാണ്. അയ്യേ, റൂമിനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ താഴത്തെ റൂം ഞാൻ കണ്ടില്ല, അതേ ചോദിച്ചു. ഈ റൂം എനിക്ക് താഴത്തെ റൂമിനെ കുറിച്ച് പറയുമ്പോൾ താഴത്തെ ഒരു റൂമുണ്ട്. ഈ സൈഡിലൊരു ചെറിയൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഓ, ഞാൻ ഓരോ ദിവസം ചെല്ലുന്തോറും തടി വെച്ച് ചപ്പി. എന്തിൻ്റെ കുഞ്ഞാണെന്നാവോ, കുറേ നേരം ഇവിടെ മയക്കം പിടിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. മനുഷ്യന് കർണത്തിന് ചോരും തലയ്ക്ക് വെളിവ് തന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല കേട്ടാ. 22 വയസ്സുള്ള നിഖിൽ വട്ടിനുള്ള ചികിത്സാപേക്ഷ തേടുന്നു. കേട്ടാ, അവന്റെ പറ്റിയ പാട്ടൊന്നും കേട്ടാ. വെളുപ്പിന് 3 മണി വരെ കളിച്ചിട്ട് ഈ ഒരു പരിപാടിക്ക് മാത്രം ഇത്ര മടുപ്പ് വരാത്തതെന്നൊന്നും എനിക്കറിയില്ല. ഇനി കിടന്നുറങ്ങിയിട്ട് രാവിലെ കാണാട്ടാ. ഹേ ഗൈസ്, മൂന്നാർ എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ കൊണ്ടുവന്നാണ്. ഇവിടെ അത്ര വലിയ തണുപ്പൊന്നുമില്ല. പല്ല് തുടച്ചിട്ട് അടുത്ത പൂളിലിറങ്ങാൻ പോകും. രാവിലെ തന്നെ പൂളിലിറങ്ങാറ്. രാവിലെ തന്നെ ഒരാവശ്യമില്ലാത്തൊരു വിഷമമാണ്. ഇന്നലെ ഈ ഡ്രസ്സ് ഇട്ടാണ് പൂളിലിറങ്ങിയത്. ഇന്നും പൂളിലിറങ്ങുള്ളൂ. നേരെ വെളുത്ത് ഇപ്പോൾ സമയം 7 മണിയോ 7:30 എന്തുകൊണ്ടായിട്ടുള്ളൂ. അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് ചൂടാ. എനിക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അകത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ രാവിലെ വെളുപ്പിന് അപ്പം ഇന്നലെ നമ്മളെ ഒരു 8 മണി 8:15 ടൈമൊക്കെ ആയപ്പോഴത്തേനും ഒരു പൂള് ക്ലോസ് ചെയ്യുകയാണ്, കയറിക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ചോദിച്ച് രാവിലെ എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ രാവിലെ 4 മണി മുതൽ നിങ്ങളെപ്പോൾ വേണമെങ്കിലും ഇറങ്ങിക്കോളാൻ പറഞ്ഞേ. അതിൻ്റെ ക്ഷീണം തീർക്കാൻ രാവിലെ എണീച്ച വഴി ഓരോരുത്തർ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് തണുത്ത് നിറച്ച് മിറ്റത്തിരുന്ന് എന്നെ കൊണ്ടത് ഇപ്പോൾ ഇന്നലെ ഇട്ട സെയിം ഡ്രസ്സ്. ഞാൻ ഈ ഡ്രസ്സാണ് ഇന്നലെ ഇട്ടിരുന്നത് പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട്. ഈ സെയിം ഡ്രസ്സ് അത് ഉണങ്ങിയിട്ട് പോലും ഇല്ല കൈസ്. ഇത് പിന്നെ പിടിപ്പിച്ചോണ്ട് എൻ്റെ ഇരുന്ന് വെള്ളത്തിൽ ചാടിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അത് പോയി നോക്കിയിട്ട് വരാം. രാത്രി പൂളിലിറങ്ങാൻ പറ്റാത്തതിൻ്റെ, രാത്രി വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം ഇപ്പം തീർക്കണേ. ജലകന്യകൻ പോള് അത് മുള്ളിട്ടതായിരിക്കും, എല്ലായിരിക്കുള്ളൂ. എവിടെ ഞാന് ഇവിടെ ഒരു ചേട്ടൻ കൊച്ചിനായിട്ട് വന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാന്ന് വെച്ചാൽ എല്ലാത്തിലും വലി കയറി ഒന്ന് തുള്ളിക്കോളും. രാവിലെ ഇട്ട സൺസ്ക്രീനിന്റെ ബലത്തിലാണ് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. ഇടുക്കി ഡാമിൽ പോയാലും മീനുണ്ടാ നോക്കിയാലോ. പുഴ മീൻ
അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് പെട്ടിയും കിടക്കയും സാധനങ്ങളൊക്കെ വാരിപ്പറക്കി വണ്ടി കയറ്റി കൂടെ വന്നവരെ എല്ലാവരെയും പറക്കി വണ്ടി കയറ്റിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടോ. ആദ്യം നമ്മൾ പോയത് പൂപ്പാറയിലായിരുന്നു. അവിടെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് കുറേ ഫോട്ടോയും അതുപോലെ വീഡിയോയും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അതൊക്കെ 3-4 കിലോമീറ്റർ നടക്കണ്ട കേട്ടോ. അതൊക്കെ പാട്ടും പാടി നടന്നു. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊക്കളാച്ചി വരും. ഞാൻ ഇവിടെ പണ്ട് വണ്ടിയിൽ നിന്ന് അലച്ചും കെട്ടി വീണിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോവാം. 4:10 ചോറിനാ വന്നിരിക്കുന്നത് എല്ലാരും. നോക്കിയ ചോറ് കിട്ടാത്ത ഒരു മനുഷ്യന്റെ രോദനോട് നിങ്ങൾ കാണുന്നത് അവസ്ഥ. എല്ലാത്തിനും ഓരോരോ വയ്ക്കോ. ബേത്തറ മതി മതി മതി. വിശക്കണോണ്ടാണോ എന്നറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ ചാറ് തരുമോ? കുറച്ച് മീൻ ചാറിട്ടുണ്ട്. തട്ടി നോക്കാം. മീനിൻ്റെ കഷ്ണം ഒരു കഷ്ണം മീനും കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ദിസ്. വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. തീറ്റ കുറച്ചധികമായോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വെറുതെ വണ്ടിയിലേക്കല്ലേ. കുറച്ച് നേരം ഞങ്ങൾ പുറത്തേക്കിടക്കെ നടന്നു കഴിഞ്ഞിട്ടോ വണ്ടി കയറിയത്. അവിടെ കുറച്ച് നേരം ഒരു പാറയുടെ മുകളിലിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് 10 പരയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി കയറി നേരെ ഗ്യാപ്പ് റോഡ് വഴി പോകാം കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് റോഡിൻ്റെ അകത്ത് മെയിനായിട്ട് പോകണതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നല്ല മാഗി ഉണ്ട്, പിന്നെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റില്ലേ അതുകൊണ്ട്. ആ 2 സാധനം കിട്ടും. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബഹളം വെച്ചത്. പിന്നെ പോണ വഴിക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ദൈമാതിരി അക്രമമായിരുന്നു അവിടെ. റോട്ടിൽ കിടന്ന് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു എല്ലാവരും. നോക്ക് മക്കളെ നോക്ക്, ഇതാണ് മൂന്നാറുണ്ട് ഇവിടെ. 1-2 പോകുന്നേ അവൻ അടിപൊളിയല്ലേ. അങ്ങോട്ട് പോകാനുള്ള ആവേശമൊന്നും ഇങ്ങോട്ട് വരാൻ കണ്ടില്ല കേട്ടോ. എല്ലാവരുടെയും ആവേശമൊക്കെ കെട്ടടങ്ങിയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തർ ഓരോ മൂലക്കായിട്ട് കിടന്നു. ഞാൻ ഈ ഫ്രണ്ടിൽ കിടന്ന് ഉറക്കുമായിരുന്നു കേട്ടോ. അത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എണീച്ചത്. ഇപ്പോൾ രാജഗിരിയായിട്ട് എത്തിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഏകദേശം. അന്നേരം ഞാൻ പയ്യെ കണ്ണൊക്കെ തിരുമ്മി തുറന്ന് എണീച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ പാട്ടൊന്നുമില്ല, ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ എണീച്ചിരുന്നിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം, ഗ്രൂപ്പ് ഉണ്ടാക്കണം, ചർച്ച ചെയ്യണം. പിന്നെ അത് കുറേ നാൾ അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ സംഭവമൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാ.